ബി ഹേതാസ്, സെക്രട്ടറി സി സുരേഷ്, നമ്മൾ സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞു പോയ മൂസേപ്പച്ചൻ, സുനിത, മറ്റ് സദസ്സിലുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. പുരസ്കാരം കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും സന്തോഷകരമായിട്ടൊരു സംഗതിയാണ്. സ്വാഭാവികമായിട്ടും അതിൽ നന്ദിയോ അതിൽ ചാരിതാർത്ഥ്യമോ ഒക്കെ അവർ ആവിഷ്കരിച്ചു എന്ന് വരും, അവർ നിങ്ങളോട് പറഞ്ഞു എന്ന് വരും. പക്ഷേ ചില പുരസ്കാരങ്ങൾ നമ്മളുടെ അദ്ദേഹത്തിൻ്റെ അഗാധതയിൽ ചെന്ന് തൊട്ടുന്നു വരും. അത് മറ്റൊന്നും അവിടെ പരിഗണിക്കേണ്ട ആ പുരസ്കാരം മാത്രം. പുരസ്കാരം വലിയൊരു സാധനം തന്നിരുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ അടിയിൽ ഊറി നിൽക്കുന്നത് മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന വലിയ എഴുത്തുകാരൻ്റെ സ്മരണയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നോടുള്ള വാത്സല്യമാണെന്നുള്ളത് ഒരു പക്ഷേ എനിക്ക് പറയാൻ അറിയാത്ത വിധം എന്നെ പുളകിതനാക്കുന്നുണ്ട്. ഈ അവാർഡ് എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചത്, ഞാൻ സിനിമയിൽ നിന്ന് എടുത്തിട്ടില്ലല്ലോ, സിനിമയ്ക്കല്ല സാർ, ഇക്കുറി സാഹിത്യത്തിനാണെന്ന് എന്നോട് സുരേഷും വിജയദാസൊക്കെ പറഞ്ഞത്. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഒരു പുസ്തകം കയ്യിലെടുക്കണമെന്ന് ആലോചിച്ചതായിരുന്നു. അത് 35 കൊല്ലങ്ങൾക്ക് മുമ്പ് മാടമ്പ് കുഞ്ഞുകുട്ടന് 30 വയസ്സായ സമയത്ത് മാതൃമേശയിൽ പ്രസിദ്ധീകരിച്ച അശ്വത്ഥമാവ് എന്നുള്ളതിൻ്റെ മാതൃമയിൽ വന്ന ലക്കങ്ങൾ പെയിൻറ് ചെയ്തതാണ് ഒരു പുസ്തകമാക്കിയത്. അപ്പോൾ അത് മാത്രമല്ല, മാതൃമയിൽ വന്ന മറ്റു പല ശ്രദ്ധേയമായിട്ടുള്ള രചനകളും കൂട്ടിയിട്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭ്രഷ്ട് അതീവ ആവേശത്തോടുകൂടി ഞാൻ വായിച്ചത്, ആവേശം എന്നുള്ളതല്ല ശരിക്കും വാക്ക്, അതീവ ആമഗ്നതയോടുകൂടിയിട്ട് ഞാൻ വായിച്ച ഭ്രഷ്ട്, അതിൻ്റെ 2 ബോണ്ടും ഞാൻ കയ്യിലെടുത്ത് വരണമെന്ന് ആലോചിച്ചാണ്. പക്ഷെ അതിൻ്റെ ചില തടസ്സങ്ങളും മാത്രമല്ല, അത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പലർക്കും അത് കാണണം തോന്നും. അത്ര ചാരുതയാർന്ന ചിത്രങ്ങളായിരുന്നു, ആലേഖനങ്ങളായിരുന്നു. അത് അന്നത്തെ 30-35 മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ ഭ്രഷ്ട് വരുന്നത് ഒരുപാട് കാലം മുമ്പാണ്, അഗ്നിസാക്ഷിക്കൊക്കെ ശേഷം. അപ്പം അത് മാതൃഭൂമിയിലുള്ള പോലെ തന്നെ നമുക്കിപ്പോൾ വായിക്കാൻ കഴിയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എനിക്കതിൻ്റെ പുതുമയെ ഒരിക്കലും നഷ്ടപ്പെടില്ല, പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അത് ഞാൻ കരുതിയത് അന്ന് തന്നെ ഞാൻ വല്ലാതെ ആകർഷണമായിരുന്നു മാടമ്പ്. അന്ന് അദ്ദേഹം സിനിമയിൽ നിന്ന് തുടങ്ങിയിട്ടില്ല, സിനിമയിലേക്ക് വന്നിട്ടില്ല, സാഹിത്യത്തിൽ. ഭ്രഷ്ടം എന്നുള്ളതിൻ്റെ ചെമാരി യോഗ്യൻ്റെയൊക്കെ കഥ, അല്ലെങ്കിൽ പ്രാപ്തിക്കുട്ടറ കഥ ഇപ്പോഴും വായിച്ച എൻ്റെ കണ്ണെന്ന് അശ്രുക്കൾ തുളുമ്പും. അത് തുളുമ്പൊന്നൊരു ദൗർബല്യമല്ല, വാസ്തവം പറഞ്ഞാൽ അതൊരു സാക്ഷാത്കാരമാണ്. ചെമാരിയോട് പറയുന്ന പോലെ പരലോകങ്ങൾ കൂടി പറയുമ്പോൾ എൻ്റെ തൊണ്ടാണ്. പല ലോകങ്ങളും എനിക്ക് നിഷേധിക്കരുത് ജമാതിരി എന്ന് ഭക്തിക്കുട്ടി പറയുമ്പോൾ. കാരണം ഭക്തിക്കുട്ടിയുടെ ഭാവി കണ്ടിട്ട ജമാതിരി ഭക്തിക്കുട്ടിയെ അവൾ കുളിക്കുന്ന തടാകത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കുന്നത്. കാരണം അവർക്ക് അറിയായിരുന്നു ഭക്തിക്കുട്ടി എന്തായിട്ട് വളരുന്നുള്ളത്. ആ സമയത്താണ് പറയുന്നത്. പിന്നീട് ആ വിചാരണയിൽ, പിന്നെ എന്നുള്ള സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും തോന്നുന്നു, ആ വിചാരണയിൽ ചോദിക്കുന്നത്, ചെമ്മാതിരി ചോദിക്കും, ഭക്തിക്കുട്ടി ഞാനും ഉണ്ടോ എന്ന്. അപ്പോഴാണ് ഭക്തിക്കുട്ടി വരയ്ക്കുന്ന ചുണ്ടോടുകൂടി പറയുന്നത്, പരലോകങ്ങളും എനിക്ക് നിഷേധിക്കരുതേ ചെമ്മാതിരി. കാരണം അത്ര ഇൻറ്റൻസായിട്ടായിരുന്നു ഞാൻ അസൂര്യം പശകൾ എന്നുള്ള മനോഹരമായിട്ടുള്ള വാക്ക് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ പല വാക്കുകളും മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ ആയിട്ട് സംസ്കൃതവും ചേർന്ന് അദ്ദേഹത്തിന് മറ്റൊരു ഭാഷയെ അറിയില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷോ, അതിലെത്ര അക്ഷരങ്ങളുണ്ട് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ എഴുത്തുകാരൻ അന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എഴുത്തുകാരനായിരുന്നു. ഒരു പക്ഷേ വിജയൻ്റെ ഭാഷയിലുള്ള അത്രമാത്രം നൈപുണ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്രമാത്രം സർഗാത്മകത ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നൊരു തുടർച്ചയാണ് ഞാൻ വാസ്തവം പറഞ്ഞാൽ ഭ്രഷ്ടിൽ കണ്ടത്. എങ്ങനെ ഈ പദങ്ങൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഈ പാക്ട് എനർജി എന്നുള്ളത്, സംസ്കൃത പദങ്ങൾക്ക് അതിനൊരു ശക്തിയുള്ളത്. മലയാളമെന്നോ പച്ച മലയാളമെന്നോ അല്ലെങ്കിൽ നാട്ടുമലയാളമെന്നോ എന്നൊക്കെ പറയുമെങ്കിലും സംസ്കൃതത്തിൻ്റെ അതിൻ്റേതായിട്ടുള്ള അപാരമായിട്ടുള്ള ലാവണ്യമുണ്ട്, അപാരമായിട്ടുള്ള പാക്ട് എനർജി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അസൂര്യം പശകൾ എന്നുള്ളതിന് ഒരു സമാന്തരങ്ങളില്ല. അതുപോലെ പല പദങ്ങളുണ്ട്. പുണ്യം, ജന്മം, അങ്ങനെയുള്ള പല പദങ്ങളുണ്ട്.
ജന്മാന്തരം ഇതൊന്നും ഒരു ഭാഷയിലും ഇല്ല, മലയാളത്തിലല്ല, ഒരു ഭാഷയിലും ഇല്ല ജന്മാന്തരങ്ങൾ എന്നുള്ളതിന്. പോലും മനസാന്തരം എന്നുള്ളതിന് പോലും അദ്ദേഹം വേറൊരു തരത്തിൽ ഭാഷ അങ്ങനെ കോയിനി ചേർത്ത് സംസ്കൃത ഭാഷയുടെ വലിയ ഇതാണ്. അത് മാടമ്പുഞ്ഞ സ്വായത്തമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഋക്കുകളെ പറഞ്ഞുകൊണ്ട് അഗ്നിമേലെ പുരോഹിതം എന്ന് പറഞ്ഞിട്ട് ആ വിശുദ്ധമാവ് തുടങ്ങുന്നു. അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ട ആ എഴുത്തുകാരൻ്റെ ആ രചനയും പിന്നീട് മറ്റൊരു തലമാണ് ഇവിടെ പലരും പറഞ്ഞ അമൃതസ്യ പുത്ര എന്നുള്ളത്. പലരും വായിച്ചിട്ടില്ല. അത് വലിയൊരു സങ്കടകരമായിട്ടുള്ള സംഗതി. മലയാളികൾ പലതും അമൃതസ്യ പുത്ര എന്നുള്ള പുസ്തകം വായിച്ചിട്ടില്ല. ഒരുപക്ഷെ ബംഗാളിലായിരുന്നെങ്കിൽ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ ഇതിലേറെ പുരസ്കൃതനാവുമായിരുന്നു, അല്ലെങ്കിൽ ഇതിലേറെ കൊണ്ടാടപ്പെടുമായിരുന്നു. കാരണം പരമഹംസനെ കുറിച്ചിട്ട് ബംഗാളിൽ അതുപോലെ ഒരു പുസ്തകമില്ല, തോതാപുരിയെ കുറിച്ചിട്ടൊരു പുസ്തകമില്ല. ശ്മശാനത്ത് വെച്ചിട്ട് പരമഹംസനൊരു ശവദാഹയാത്രയിൽ തൻ്റെ വലിയച്ഛൻ്റെ ശവദാഹയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ഏതൊരു സാധാരണക്കാരെയും പോലെ വിലപിക്കുന്നത്, ഏതൊരു സാധാരണക്കാരെയും പോലെ എന്താണ് എവിടെ പോയി എൻ്റെ വലിയച്ഛൻ, എവിടെ പോയി അദ്ദേഹം ചൊല്ലിയ മന്ത്രങ്ങൾ, എവിടെ പോയി അദ്ദേഹം പറഞ്ഞു തന്ന വലിയ വലിയ ആപ്തവാക്യങ്ങൾ എല്ലാം നശിച്ചു. ഒന്നുമില്ലേ, ഒന്നും ബാക്കിയില്ലേ. ഇന്ന് വേനിച്ച് കരയുന്ന ഒരു പരമഹംസൻ. അപ്പോൾ അതിനെ ഒട്ടും പരമഹംസൻ സാധാരണ മനുഷ്യനായപ്പോൾ സാധാരണ മനുഷ്യൻ്റെ വിലാപങ്ങളിൽ എത്രമാത്രം മുഗ്ധനാവുക എന്ന് ഞാൻ പറയട്ടെ. മുഗ്ധനായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളുണ്ട്, മറ്റേ അതീതമായിട്ടുള്ള കാര്യങ്ങളോ അതീതമായ മനസ്സോ അല്ലെങ്കിൽ ശാരദാദേവിയായിട്ടുള്ള വളരെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉദാത്തമായിട്ടുള്ള സബ്ലിമേഷൻ എന്നുള്ള നിലവിലുള്ള ദാമ്പത്യമോ അതൊക്കെ നമുക്ക് പിന്നെ അറിയാം. പക്ഷേ ഈ സാധാരണ തരത്തിൽ ഒരു ശ്മശാന വൈരാഗ്യം എന്നല്ല പറഞ്ഞ ശ്മശാനത്തിൻ്റെ കുറിച്ച് വിലപിച്ചിട്ട് മടങ്ങുന്ന പരമഹംസനെ പരിചയപ്പെടുത്തി തന്നത് മാടമ്പ് കുഞ്ഞിക്കുട്ടനാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപക്ഷെ അത് ബംഗാളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പുസ്തകമായി മാറുമായിരുന്നു. പക്ഷെ അതാരും അത് വായിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. പിന്നെ ഒരു എഴുത്തുകാരനായിട്ട് ഞാൻ മാടമ്പ് കുഞ്ഞിക്കുട്ടനെ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രഷ്ടിലെങ്കിലും കൂടി അറിയുന്നതാണെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാൻ ഇടവന്ന 2005 അതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം നമ്മളൊരു യാത്രയിൽ ഒരു മനുഷ്യനായിട്ട് നമ്മൾ ഏർപ്പെടുക അല്ലെങ്കിൽ ഒരു പക്ഷേ ഒത്തുപോവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിനെ അങ്ങനെ ബൈൻഡിങ് ആയിട്ട് ഒരിക്കലും വേർപെടാത്ത വിധത്തിൽ അത്രത്തോളം ഇഴുകി ചേർന്ന തരത്തിലൊരു ബന്ധം സ്ഥാപിക്കാൻ ഉതകുന്നത് യാത്രയാണ്. അപ്പോൾ സാധാരണമായ യാത്രകളൊന്നും ആവണമെന്നില്ല. ഒരു സാധാരണ യാത്രയിൽ പോലും കുറേ ദിവസം നിങ്ങൾ ഒരുമിച്ചിട്ട് നമ്മൾ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്യോന്യം ഒരുപാട് നമ്മൾ ധാരണയിലെത്തും. പക്ഷേ എൻ്റേത് അസാധാരണ യാത്രയായിരുന്നു. കാരണം കൈലാസത്തിലേക്കുള്ള യാത്ര, കൈലാസ് മാനസരോവറിലേക്കുള്ള യാത്ര 2005 ഞാൻ ആദ്യമായിട്ട് മാടമ്പ് കുഞ്ഞിക്കുട്ടനെ കാണുന്നതും അന്ന് പരിചയപ്പെടുന്നതും. അന്ന് ആ ചുരുങ്ങിയ ദിവസങ്ങളുണ്ട്, ഒരു 10-12 ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ തമ്മിലുണ്ടായ ഇഴുക്കം അതെങ്ങനെ എനിക്കറിയില്ല. അദ്ദേഹം എങ്ങനെ എത്രത്തോളം വാത്സല്യം ഉണ്ടായിരുന്നു അറിയില്ല. എൻ്റെ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതാനിടയായിട്ടുണ്ട്. അദ്ദേഹം നോവലിസ്റ്റിന് അല്ലെങ്കിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്ററിന് മറ്റു കാര്യങ്ങളിന് അഭിനേതാവണം അതൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ ഒരു അടരന്ത കക്കകൾ എന്നുള്ള പുസ്തകത്തിനെ കുറിച്ചിട്ട് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വരികൾ എഴുതിയതെന്ന് എനിക്ക് പറയാൻ പറ്റും. അതിൽ അദ്ദേഹം എനിക്കൊരു വലിയൊരു ആശിസ് നേടിയത്, ഗോകർണത്തിൽ നിന്ന് ഹിമാലയം വരെ ഒന്ന് നടന്നു നോക്കൂ, ജീവിതത്തിനെ നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ മാറ്റുന്നു. എനിക്ക് ആശിസ് നിറവേറ്റാൻ പറ്റിയിട്ടില്ല, പക്ഷെ എങ്കിലും ആ ആശിസ് അദ്ദേഹം നേടിയത്. അപ്പോൾ ഈ കൈലാസ് യാത്രയിൽ ഞങ്ങൾ വല്ലാതെ അടുത്ത് വന്നു. അദ്ദേഹം എന്നിട്ട് അതുകൂടി പറഞ്ഞു, പക്ഷെ ഞാൻ മറ്റു വല്ല പുസ്തകം എഴുതിയിട്ടുണ്ടോ എനിക്കറിയില്ലല്ലോ. അത്രയും സ്വാഭാവികമായിട്ട് എൻ്റെ പിതൃവിടെ ഗ്രന്ഥം ഒന്നുപോലും ഇവിടെ ഭർത്തും പറഞ്ഞ മലയാള ഭാഷ മനോഹാരിത ഒന്നും മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മരിച്ചിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറമുള്ള കൈലാസ മാനസരോവർ ആ യാത്രയിൽ ഞങ്ങൾ തമ്മിലുള്ള ഇഴുക്കും ശിവസനാമം ഏറ്റവും ഭംഗിയായിട്ട് ചൊല്ലുന്ന മാടമ്പ് കുഞ്ഞിക്കുട്ടൻ ഞാൻ കേട്ടിട്ടുണ്ട്. ബസ് വെച്ചിട്ട് ഞങ്ങളുടെ യാത്ര വല്ലാത്തൊരു പ്രതിസന്ധിയിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴങ്ങുന്ന ശബ്ദം ശിവസഹസ്രനാമമായിരുന്നു. അന്നാ ഞാനന്ന് ശിവസഹസ്രനാമം ചൊല്ലി തുടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ മുഴക്കം എന്താണെന്ന് മനസ്സിലായത്. പക്ഷെ എൻ്റെ കൂടെയുള്ള പലരും പിന്നീട് ശിവസഹസ്രനാമം ചൊല്ലിയിട്ടില്ല. എനിക്കറിയാം നമ്മുടെ കൂടിയുള്ള പല ലളിതാസഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും വീണ്ടും ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ചൊല്ലുന്ന ആരും ശിവസഹസ്രനാമത്തിലേക്ക് ഉന്മുഖരായിട്ടില്ല. ശിവനെ ഒരു ശങ്ക പോലെ. പക്ഷെ പാട്ടിൻ്റെ ഉറച്ച ശബ്ദത്തിൽ, സംസ്കൃത ശുദ്ധമായിട്ടുള്ള ശബ്ദത്തിൽ ഞാൻ കൈലാസൻ്റെ മാനസരോവറിലേക്ക് കൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ കേട്ട സമയത്ത് എനിക്കുണ്ടായ പുളകം അല്ല, എനിക്കുണ്ടായ ഒരു സാക്ഷാത്കാര ഭാവം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്.
അതിൽ തന്നെ അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അവിടെ പറഞ്ഞ പോലെ മദ്യപാനം എന്നുള്ളൊക്കെ പറഞ്ഞ മദ്യപാനം അദ്ദേഹത്തിന് ഒരു ആഘോഷമായിരുന്നു. അല്ലാതെ അത് തെറ്റാണോ അല്ലെങ്കിൽ മദ്യം എന്തിനാ അങ്ങനെയൊന്നുമില്ല. അവിടുന്ന് ഗവൺമെന്റ് നേപ്പാളിൽ നിന്ന് വലിയൊരു വാളിന്റെ രൂപത്തിലുള്ള ഒരു കുപ്പി വാങ്ങിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇത് അവരെങ്ങനെ തടുക്കുവോ അവോ വിശ്വമില്ല എയർപോർട്ടിൽ. കാരണം ഇത് മാരകായുധമല്ലേ, വാളിന്റെ രൂപത്തിലുള്ള വലിയൊരു കുപ്പി. ഇല്ല, അതൊന്നും ഉണ്ടായില്ല. അങ്ങനെ അത്രയും അദ്ദേഹം അതിൽ പോലും മദ്യപാനത്തിൽ പോലും അദ്ദേഹത്തിന് ഒരു വഴിയുണ്ടായിരുന്നു. അല്ല കുടിച്ച് ബോധം കെട്ടുന്നതല്ല, ബോധം കെട്ടാനല്ല കുടിക്കുന്നത്. പിന്നെ മാത്രമല്ല കോളമാർക്കത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം എന്നോട് ആ യാത്രയിൽ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് മുഴുവനും ജീവിതത്തിൽ ഉഗ്രഹിക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു മാഡം കുഞ്ഞുമുട്ടൻ. അതുകൊണ്ട് അന്ന് അദ്ദേഹം അമൃതസസ്യപുത്ര എഴുതാൻ ആലോചിക്കുന്നേയുള്ളൂ. കോളമാർക്കത്തിൽ ഇങ്ങനെ കുറേശ്ശെ പ്രവർത്തിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അറിഞ്ഞില്ല, അദ്ദേഹം ഒന്നും ആ ഒരു സൂചനയും ഒന്നും തന്നിരുന്നില്ല. അല്ല, അതിന് മാത്രം ഞങ്ങൾ ആ കാര്യങ്ങൾ സാഹിത്യപരമായിട്ടൊന്നും സംസാരിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഇത് വായിക്കുന്നതും ഇടയായത്. പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരമഹംസനെ കുറിച്ച് അങ്ങനെ പുസ്തകം ഒന്നും രീതിയിൽ അവർ പലപ്പോഴും എന്നോട് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെയുള്ള ആ ഒരു എഴുത്തുകാരൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം എനിക്കത് കിട്ടുക എന്ന് വെച്ചാൽ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഏറ്റവും വളവറ്റ മറ്റു പല പുരസ്കാരങ്ങളും ഇനി ചിലപ്പോൾ കിട്ടിയേക്കാമല്ലേ കിട്ടിയില്ലെന്ന് വരും. പക്ഷെ ഇതിൻ്റെ ഒരു വല്ലാത്ത ഒരു നിറവ് അല്ലെങ്കിൽ വല്ലാത്തൊരു ചാരിതാർത്ഥ്യം എൻ്റെ മനസ്സിൽ ഇന്നും നിൽക്കുന്നുള്ള വലിയൊരു സംഗതിയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും തപസ്യായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. തപസ്യ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞു, എൻ്റെ പുസ്തകങ്ങൾ ഒരു സിലബസിലും കണ്ടിട്ടില്ല. ഇതിനപ്പുറം പറഞ്ഞു തൊറൂർ വൈശപ്പൻ്റെ അവാർഡ് സമയത്ത് 2022 അന്ന് പറഞ്ഞു, എൻ്റെ പുസ്തകങ്ങളെ ഒരു സിലബസിലും ഉൾക്കൊള്ളിക്കരുത് എന്നുള്ളത് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ആഷാനൻ്റെ ഒരു പുസ്തകവും പാഠ്യ സിലബസിൽ നിർദ്ദേശിക്കരുത്, ഉൾപ്പെടുത്തരുത് എന്നുള്ളത് അത് പറഞ്ഞത് അതിന് ആധികാരികമായിട്ടില്ല. ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞത്. എനിക്ക് ശേഷം പരാതിയില്ല. കാരണം സിലബസ് പെടുത്തുന്നത് മോശമായിട്ടുള്ള കാര്യം കൂടി ഞാൻ വിശ്വസിക്കുന്നു. പലരും ഉൾക്കട അതുകൊണ്ടാണ് പറഞ്ഞ എൻ്റെ പുസ്തകങ്ങൾ ആരും പഠിപ്പിക്കരുതേന്ന്. പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധിക്കില്ല അത്. കാരണം അധ്യാപകന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു പരിമിതി, അവരുടെ ഒരു സംവേദന രീതി അനുസരിച്ചിട്ട് അവരത് വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യും. അപ്പൊ അതിൻ്റെ നമ്മൾ വിഷമം കൂടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പരിതാപം കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും. എനിക്ക് ധാരണയില്ല. അല്ലാതെ ഞാൻ ആർക്കും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പഠിക്കാൻ വേണ്ടിയിട്ടില്ല. കുട്ടികളതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. കുട്ടികളുടെ ഒരു പ്രത്യേക ഒരു ലെവലിലെത്തുന്ന സമയത്ത് അതിലേക്ക് അവർ ആകർഷാവണമെന്നുമില്ല. ചില സംഗതികൾ വളരെ ചുരുക്കം പേർക്ക് വേണ്ടി മാത്രം വിധിക്കപ്പെട്ടതാണ്. അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ സെൻസിബിലിറ്റി എങ്ങനെയാണ് രൂപം കൊണ്ട് വന്നതെന്ന്. ആ രൂപം കൊണ്ട് പലരും നമ്മൾ ബൈപ്പാസ് ചെയ്യും അല്ലെങ്കിൽ തഴഞ്ഞു പോകും. അപ്പം അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ശ്രദ്ധയും കൃത്യമായിട്ടുള്ള ഔത്സുക്യവും കൃത്യമായിട്ടുള്ള ഒരു ത്വരയുമുള്ളവർ മാത്രമേ അത് വായിക്കാവൂ എന്നുകൂടി ബന്ധമുണ്ട്. അതുകൊണ്ട് എനിക്കതിൽ ശേഷം ഒരു ഇതില്ല, അയ്യോ എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യത്തിലും എനിക്ക് അങ്ങനെയുള്ള എന്തുകൊണ്ടോ സംഗനായിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഹരിദാസ് വലിയൊരു കാര്യം പറഞ്ഞു, തപസ്സയുടെ ഇതിൻ്റെ സ്ഥാനത്തേക്ക് നിർണ്ണയിച്ചു. ഒരുപാട് മുമ്പ് നിർണ്ണയിച്ചാണ്. അല്ലെങ്കിൽ അക്കിത്തം വരെ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരു രീതിയിൽ എന്നോട് പറഞ്ഞാണ്, ഇതിൻ്റെ ഇതൊന്ന് ഏറ്റെടുക്കൂ, കാരണം നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമോ അതല്ലെങ്കിൽ മറ്റൊരു കാര്യമില്ല. പക്ഷെ എൻ്റെ പ്രത്യേക ഒരു മാനസിക ചായ്വ് അനുസരിച്ചിട്ട് അന്ന് എനിക്ക് വീട് വിട്ട് പോകാൻ നിൽക്കുന്ന ഒരു ഇതല്ലായിരുന്നു. ഇന്നിപ്പോൾ വീട് വിട്ട് നിൽക്കാൻ കാരണം എന്നെ വീടുമായിട്ട് ബന്ധിപ്പിച്ചിരുന്ന എൻ്റെ സഹോദരി 4 മാസം മുമ്പ് മരിച്ചുപോയി. ഇപ്പോൾ ആ തരത്തിൽ ഞാൻ വളരെ സ്വതന്ത്രമാണ്. എങ്കിലും എൻ്റെ ഒരു മാനസികാവസ്ഥ തീർച്ചയായിട്ടും അങ്ങനെ പദവികളുമായിട്ട് അല്ലെങ്കിൽ പദവികളെ നമ്മൾ ഏൽപ്പിക്കുന്ന ചില ചുമതലകളുമായിട്ട് യോജിച്ച് പോകുന്നതല്ല. എനിക്കങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതെയോ അല്ലെങ്കിൽ വല്ലതും ചെയ്തിട്ടോ വല്ലതും സ്വപ്നം കണ്ടിട്ടോ അല്ലെങ്കിൽ സ്വപ്നം കാണാതെയോ അങ്ങനെ ഈ പറഞ്ഞ പോലെ പഴയ ഒരു പ്രാചീന ഘട്ടത്തിലാണ് ഞാൻ കഴിക്കുന്നത്. കഴിഞ്ഞ കുറേ 70ഓളം കൊല്ലങ്ങളായിട്ട് 70 കൊല്ലങ്ങളായിട്ട് ആ വീട്ടിൽ തന്നെയാണ്, ഒന്ന് കാട് പിടിച്ച് കിടക്കുന്ന വീട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുക. അതിൽ എനിക്ക് യാതൊരു പരിഭവവും ഇല്ല. അല്ലെങ്കിൽ അതിൽ എൻ്റെ പറഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ സമ്പന്നനെന്ന് പറഞ്ഞാൽ തികച്ചും ഒരുപാട് കോടികൾ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ ആഗ്രഹങ്ങൾ വളരെ വളരെ മിതമാണ്. ആഗ്രഹങ്ങൾ മിതമായതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്വയം സമ്പന്നനായിട്ട് ഞാൻ സ്വയം മനസ്സിലാക്കുന്നത്. അപ്പം അത് ഒരു പക്ഷേ എൻ്റെ എഴുത്തിനും അതിൽ ആ ഒരു രീതിയിൽ അത് ഇൻഗ്രെയിൻഡ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് എത്ര പേര് വായിക്കുന്നു അല്ലെങ്കിൽ എത്ര പേര് ഇപ്പോൾ പിന്നെയും കൂടുതൽ ഇതാവുന്നു. യാത്രയെക്കുറിച്ചിട്ടും പറഞ്ഞു, യാത്രയും കഴിഞ്ഞ് കുറേ കാലങ്ങളായി ഞാൻ യാത്ര ചെയ്യുന്നു. ആ യാത്രയിലും ഭാരതീയത എന്നുള്ളത് വല്ലാത്ത ഒരു പിന്തുടരുന്ന ഒരു ഇതായിട്ട് ചോദനയായിട്ട് എന്നിൽ ഊടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ യാത്രകളിൽ ആ രീതിയിൽ അവർക്ക് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഹിമാലയത്തിൽ തന്നെയാണ്.
വളരെ ഫലിതപൂർണ്ണമാണ്. നമ്മൾ നാട്ടിൽ അങ്ങനെയുള്ള യാതൊരു പ്രതിസന്ധികളും ഇല്ലാതെ വളരെ നിർബാധം വാഴുന്ന സമയത്ത് അവർ ചോദിക്കുന്നത് ഇപ്പോഴും ഹിമാലയത്തിൽ തന്നെയാണ്. അതിൻ്റെ പരിഹാസം മനസ്സിലായിക്കൊണ്ട് തന്നെ പറഞ്ഞു, എൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ എനിക്ക് തോന്നുന്നു, ഞങ്ങൾക്കൊക്കെ തോന്നുന്നു നിങ്ങളിപ്പോഴും ഹിമാലയത്തിൽ നിന്ന് ഒട്ടു വന്നിട്ടില്ല. അങ്ങനെ ഏത് തരത്തിലൊരു ബോധം അവരിൽ ഉളവാക്കാൻ പറ്റണം, യാത്ര ചെയ്യണമെന്നുള്ള അങ്ങനെ ഒരു ബോധം ഇങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഭാഷ പറഞ്ഞ പോലെയൊന്നും അല്ലെങ്കിലും ഭാഷ ഒരു ആന്തരമായിട്ടൊരു ദീപ്തിയായിട്ട് ഇന്നിലെവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് എനിക്കറിയില്ല, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ജീനുകളും അന്വേഷിച്ചതൊന്നും ഞാൻ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്ന രീതിയിൽ എഴുതുക. അതുകൊണ്ട് ആദ്യകാലത്ത് ഏറ്റവും അപഹസിക്കപ്പെട്ട പേരുകൾ ആശമേനോനായിരുന്നു. ഭാഷയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ജന്മമെടുത്തത് വരെ കൃഷ്ണനായാലും അതെ, പിന്നെ ഗുപ്തനായാലും. പുതിയ പുരുഷാർത്ഥങ്ങൾ എന്നുള്ളത് പോലും അവർ വൈദേശികത കണ്ടു. അദ്ദേഹത്തെ പുസ്തകം പുതിയ പുരുഷാർത്ഥങ്ങൾ എന്നുള്ള പോലും വൈദേശികമാണ്. എന്താ പറയുക, സുമാർ അഴീക്കോട് പിന്നെ തത്വമസി പിന്നീട് എഴുതിയ അദ്ദേഹത്തിന് പുതിയ പുരുഷാർത്ഥങ്ങൾ എന്നുള്ളത് തികച്ചും ഭാരതീയമായിട്ടുള്ളൊരു ഇതാണ്. ഭാരതീയമായിട്ടുള്ള പദമല്ല, അത് വലിയൊരു അനുഭവമാണ്. ഈ സമയത്ത് എനിക്ക് ഒരു ഒറ്റ ആളെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഡോക്ടർ അയ്യപ്പ പണിക്കർ. മറ്റാരും ഇങ്ങനെയുള്ള അംഗീകരണം ഒന്നുമില്ല. ഡോക്ടർ അയ്യപ്പ പണിക്കർ എന്നോട് ആദ്യകാലത്ത് കുറച്ച് കാലം ഒന്നുമില്ല, പുതിയ പുരുഷാർത്ഥങ്ങൾ പുസ്തകം ഇറങ്ങി വന്നിട്ട് 1-2 കൊല്ലങ്ങൾക്ക് മുമ്പ് മലയാളി മാതൃഭൂമി സംഘടിപ്പിച്ചൊരു ക്യാമ്പിൽ വെച്ചിട്ട് അദ്ദേഹം എന്നെ തെരഞ്ഞു പിടിച്ചു. പക്ഷേ ഞാൻ നിന്നെ കാണണമെന്ന് വിചാരിച്ചു. എന്താ സാർ ഇങ്ങനെ പറയുന്നത്? അല്ല, എനിക്ക് ഞാൻ നിങ്ങളുടെ ഒരു പുസ്തകം പുതിയ പുരുഷാർത്ഥങ്ങൾ എന്നുള്ളതിൽ ആ പുരുഷാർത്ഥങ്ങൾ എന്നുള്ള വാക്കെനിക്ക് വല്ലാതെ, ഞാൻ കേട്ട പാതി കേൾക്കാത്തവിടെ എന്താ സാർ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഇവിടെ കർണാടകയിൽ ഒരു സെമിനാറിൽ ഇന്ത്യൻ ഇതിനെക്കുറിച്ച് പൈതൃകത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ വാല്യൂസ് അല്ലെങ്കിൽ ഉപനിഷത്തിക് വാല്യൂസ് എന്നുള്ള കാര്യത്തിന് വാല്യൂസിന് എന്താ മലയാളം എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അപ്പോഴെനിക്ക് പെട്ടെന്ന് തോന്നിയ പുരുഷാർത്ഥങ്ങളാണ് വാല്യൂസ്. ഞാൻ അദ്ദേഹത്തിന് കാലിൽ വീണില്ലാതേ ഉള്ളൂ. അത്രത്തോളം തുറന്നൊരു നിലപാട് എന്നെ അറിയില്ലായിരുന്നു അദ്ദേഹം. ഞാൻ ആരെണെന്ന പോലെ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം, പുതിയ പുസ്തകം പ്രത്യേകിച്ച് 1982 ആ തുറന്ന മനസ്സോട് കൂടിയിട്ട് യാതൊരു കളങ്കമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു പക്ഷപാതവും ഇല്ലാത്ത, അല്ലെങ്കിൽ അവരെ ചെന്ന് വന്നിച്ചാലേ ഞാൻ എഴുതുന്നത് കാര്യമാവുള്ളൂ എന്ന് വരുന്ന അങ്ങനെയായിരുന്നു പഴയ കാരണന്മാരുടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവർക്ക് പുസ്തകം സമർപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ അനുമതി ആരായ്യ, ഞാനിങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് നിശ്ചയമില്ല. അങ്ങനെ ചെയ്യാൻ അതൊന്നും ധിക്കാരം കൊണ്ടല്ല. അവർ കൃഷ്ണൻ എപ്പോഴേക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിചാരിച്ചു പാലക്കാടങ്ങോളൊരു ധിക്കാരിയായിട്ടുള്ള ആളാണ് താങ്കൾ, എത്ര സൗമ്യൻ. പറഞ്ഞു അതെൻ്റെ തെറ്റല്ല സാർ, താങ്കൾ തോന്നിയത് താങ്കളുടെ തെറ്റാണ്. കാരണം ഞാൻ പരിചയിച്ച ആദ്യത്തെ എഴുത്തുകാരൻ ഒ. വി. വിജയനാണ്. ഒരു എഴുത്തുകാരൻ എങ്ങനെയായിരിക്കണം, എഴുത്തുകാരൻ തൻ്റെ കീർത്തിക്കോ അല്ലെങ്കിൽ തൻ്റെ പെരുമയ്ക്കോ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം, അഥവാ അതിനെക്കുറിച്ചിട്ട് കൺസേൺഡ് ആവണോ വേണ്ടതെന്നുള്ളതൊക്കെ എന്നെ പഠിപ്പിച്ചത് ഒ. വി. വിജയനാണ്. അവിടെ അതിലെവിടെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എഴുതാനുള്ളത് എഴുതുക, ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ അത് വായനക്കാർക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെയുള്ളൊരു വലിയ പാഠമാണ് ഒ. വി. വിജയൻ അദ്ദേഹം ചുരന്നു സ്നേഹത്തിനേക്കാൾ കൂടുതൽ എന്നെ പഠിപ്പിച്ചത്. ആ ഒരു സംസ്കാരത്തിൽ തന്നെയാണ് ഞാൻ എപ്പോഴും അത് ഒന്നും പറഞ്ഞ പോലെ നിസ്സംഗത എന്നുള്ളൊക്കെ വലിയ വാക്കാണ്. അതൊന്നും അല്ലാതെ അതിനെക്കുറിച്ചൊന്നും ആകുലനാകാതെ അല്ലെങ്കിൽ ലാഭത്തിനാവാതെ കഴിഞ്ഞു പോകുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഈ തിരിച്ചറിവ് വരാൻ ഇപ്പോൾ തപസ്യയെ പോലെയുള്ള വലിയ സംഘടനകൾ അത് കഴിഞ്ഞ റൗണ്ട് വെച്ചിട്ട് തന്നെ തപസ്യയുടെ അവർ ഉറപ്പേറ്റ് വെച്ചു. क्या फॉर्मर प्रेसिडेंट था तपस्या का फॉर्मर प्रेसिडेंट था आप? कोई नहीं, कुछ नहीं, मैंने नॉट इवन ए मेंबर ऑफ तपस्या. then that is the തപസ്യയുടെ ചില കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ തപസ്യ ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു അഭിപ്രായങ്ങളുമായിട്ട് ഇന്നല്ല അല്ലെങ്കിൽ ഇന്നലെയല്ല മെലിഞ്ഞാന്നല്ല കഴിഞ്ഞ 30-35 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നതാണ്. വളരെ നിശബ്ദമായിട്ടുള്ള ഒരു അനുധാവകനാണ്. ഗോപാലനാരായണ പിള്ളയ്ക്ക് അദ്ദേഹത്തിന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ കവിതയ്ക്ക് ആശമേനോൻ പഠനവും എഴുതണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചില നിശബ്ദമായ തിരിച്ചറിയലുകൾ നമ്മളെ ഒരുപാട് പുനരുജ്ജീവിപ്പിക്കുന്നു, വീണ്ടും ഉജ്ജീവിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഉജ്ജീവനം കുഞ്ഞുകുട്ടിൻ്റെ പേരിൽ എനിക്ക് ലബ്ധമായി എന്നുള്ളത് നന്ന മനസ്സോടെ വിനീതമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. നന്ദി.